നമുക്ക് കാലം കുറച്ച് പുറകോട്ട് പോകാം. വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് സേവനങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നിന്ന് മാത്രം ലഭ്യമായിരുന്ന കാലം. നീണ്ട നിരകൾ, വലിയ ഫയലുകൾ, ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം നീണ്ട കാത്തിരിപ്പ്. ഈ സാഹചര്യത്തിലാണ് 2000-ൽ VFS ഗ്ലോബൽ എന്ന കമ്പനി വിസ പ്രോസസ്സിംഗ് രംഗത്തേക്ക് കടന്നു വന്നത്. വിദേശ എംബസികളുടെ വിസ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ സമയവും ബുദ്ധിമുട്ടുകളും കുറച്ചു. 2010-ലാണ് പാസ്പോർട്ട് സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് TCSുമായി സഹകരിച്ച് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. 2005-ൽ മറ്റൊരു ഇന്ത്യൻ കമ്പനി വിദേശത്ത് ബയോമെട്രിക് സേവനങ്ങളും വിസ പ്രോസസ്സിംഗും ആരംഭിച്ചു. 2016-ൽ ഈ കമ്പനി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. UIDAIയുമായി സഹകരിച്ച് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആധാർ സേവാ കേന്ദ്രങ്ങൾ നടത്തുന്ന കമ്പനിയാണ്. ഞാൻ CS എബി ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കമ്പനി BLS ഇന്റർനാഷണൽ. നമുക്ക് ഈ കമ്പനിയുടെ ചരിത്രം ചെറുതായെന്ന് പരിശോധിക്കാം. 2005-ൽ ന്യൂഡൽഹിയിൽ തുടങ്ങിയ BLS ഇന്റർനാഷണൽ ഡൽഹിയിലെ പോർച്ചുഗീസ് എംബസിയുടെ വിസ ആൻഡ് കൗൺസിലർ കോൺട്രാക്ട് നേടിക്കൊണ്ടാണ് ഈ രംഗത്ത് ആദ്യ ചുവട് വെച്ചത്. 2008-ൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ കോൺട്രാക്ട് നേടിയതോടുകൂടി BLS ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. 2015-ഓടെ നോർത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഉൾപ്പെടെ അനേക രാജ്യങ്ങളിൽ BLS കോൺട്രാക്റ്റുകൾ നേടി. 2016-ൽ സ്പെയിനിന്റെ ഗ്ലോബൽ വിസ ഔട്ട്സോഴ്സിംഗ് കോൺട്രാക്ട് നേടിയതോടെ BLS ശരിക്കും ഈ രംഗത്തെ ഒരു ശക്തനായ ആഗോള കമ്പനിയായി മാറി. 2016-ൽ ഈ സർവീസസ് ആരംഭിച്ചു. അതിനുശേഷം പല ചെറു കമ്പനികളെയും അക്വയർ ചെയ്ത BLS ഇപ്പോൾ ഈ രംഗത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ്. ഈ രംഗത്തെ ഏറ്റവും വലിയ കമ്പനിയായ VSF ഗ്ലോബൽ ആരംഭിച്ചതും ഇന്ത്യയിലാണ്. എന്നാൽ ഇപ്പോൾ VSF ദുബായിയും സ്വിറ്റ്സർലൻഡും കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. വിസ പ്രോസസ്സിംഗ് ആൻഡ് കോൺസുലർ സർവീസ് രംഗത്തെ ഇന്ത്യയിലെ ഏക ലിസ്റ്റഡ് കമ്പനിയാണ് BLS ഇന്റർനാഷണൽ. BLSന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 46 ഗവൺമെന്റുകളുമായി കോൺട്രാക്റ്റ് ഉണ്ട്. 70 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള BLSന് 60,000 എംപ്ലോയീസും 50,000 വർക്ക് സെന്ററുകളും ഉണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ റവന്യൂ ഹിസ്റ്ററി പരിശോധിക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിൽ കമ്പനി വളരെ വലിയ വളർച്ചയാണ് സെയിൽസിൽ കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2022-ലെ 850 കോടി രൂപയിൽ നിന്നും ഫിനാൻഷ്യൽ ഇയർ 2025-ലെ 2,193 കോടിയിലേക്ക്. ആവറേജ് ഗ്രോത്ത് 37.2%. ജൂൺ 25 ക്വാർട്ടർ റിസൾട്ടും വളരെ നന്നായിരുന്നു. ഇതുവരെയുള്ള ഏറ്റവും മികച്ച ക്വാർട്ടർലി സെയിൽസ് ആണ് അവർ രേഖപ്പെടുത്തിയത്, 711 കോടി. നെറ്റ് പ്രോഫിറ്റും അതിവേഗം വളരുന്നുണ്ട്. 3 വർഷത്തെ ഗ്രോത്ത് 69.3%. ജൂൺ 2025-ലെ പ്രോഫിറ്റ് 181 കോടി സർവകാല റെക്കോർഡാണ്. FI 2022-ലെ 111 കോടിയിൽ നിന്നും FI 2025 ആയപ്പോഴേക്കും 540 കോടിയായി പ്രോഫിറ്റ് ഉയർന്നു. ഡിസ്ക്ലൈമർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷനായി ആരും കാണരുത്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പരിശോധിക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ ഉണ്ടായ മികവാണ് സെയിൽസിനേക്കാൾ വേഗത്തിൽ പ്രോഫിറ്റ് വളരാനുള്ള ഒരു കാരണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഫിനാൻഷ്യൽ ഇയർ 2022-ലെ 13%-ൽ നിന്നും ഫിനാൻഷ്യൽ ഇയർ 2025 ആയപ്പോഴേക്കും 29%-ആയി വളർന്നു. ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡേറ്റ. ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 2-3 വർഷമായി BLSൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപം 2.87%-വും FII നിക്ഷേപം 8.54%-മാണ്. ജൂൺ 2025-ലെ ഡേറ്റ അനുസരിച്ച് പ്രൊമോട്ടർ ഹോൾഡിംഗ് 70.39%-ആണ്. ഇനി നമുക്ക് ROCEയും ROEയും പരിശോധിക്കാം. BLS സർവീസ് സെക്ടറിലായതുകൊണ്ട് പൊതുവെ അസറ്റ് ലൈറ്റ് മോഡലാണ്, അതായത് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. ഇവരുടെ ROCE ROEയും വളരെ ഇംപ്രസീവാണ്. ROCE 41.5%-വും ROE 37%-വും ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഫിനാൻഷ്യൽ 2024 വരെ BLS ഒരു നോ ഡെറ്റ് കമ്പനിയായിരുന്നു. എന്നാൽ 2025-ലെ എക്സ്പാൻഷന്റെ ഭാഗമായി BLS ചെറിയൊരു തുക കടമെടുക്കുകയുണ്ടായി. 389 കോടി രൂപയാണ് BLSന്റെ ഡെറ്റ്. എന്നാൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.21 എന്ന വളരെ കുറഞ്ഞ റേഷ്യോയിൽ മാത്രമാണ്. ക്യാഷ് ഫ്ലോ.
2022 185 കോടിയിൽ നിന്നും ഫിനാൻഷ്യൽ 2025 ആയപ്പോഴേക്കും 829 കോടി രൂപയിലെത്തി. പ്രോഫിറ്റ് മുഴുവനായും ക്യാഷാക്കി മാറ്റുന്നതിന് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ 2025 ക്യാഷ് ഇക്വലൻസ് 741 കോടിയാണ്. ഇതുമൂലം വലിയ തോതിൽ ലോൺ എടുക്കാതെ തന്നെ കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ മീറ്റ് ചെയ്യുന്നതിന് കമ്പനിക്ക് സാധിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. BLSന് UIDAIയുടെ അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ 2055 കോടി രൂപയുടെ കോൺട്രാക്ട് ലഭിച്ചിട്ടുണ്ട്. 6 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഈ കോൺട്രാക്ട് ഡിസ്ട്രിക്ട് ലെവൽ ആധാർ സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ളതാണ്. 2193 കോടി രൂപ മാത്രം ടേൺ ഓവറുള്ള BLSനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കോൺട്രാക്റ്റ് ആണ്. ഇത് അടുത്ത ലെവലിലേക്കുള്ള വളർച്ചയുടെ ചവിട്ടുപടിയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് സെയിൽസ് ഗ്രോത്ത് 37%. തുടർന്നുള്ള വർഷങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 25% വളർച്ചാ നിരക്ക് നിലനിർത്താൻ സാധിക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ഇന്റർനാഷണൽ ട്രാവലിലുണ്ടാകുന്ന വളർച്ച BLSന്റെ വിസ ആപ്ലിക്കേഷൻ ബിസിനസിനെയും കോൺസുലർ ബിസിനസിനെയും സഹായിക്കും. വളരെ മികച്ച ഒരു ഭാവിയാണ് BLSന് ഉള്ളത്. മറ്റൊരു വീഡിയോയായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.